ഹലോ എല്ലാവർക്കും നമസ്കാരം. സിംപ്ലി എ ബി വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ സെറ്റ് മുണ്ട് ഡ്രേപ്പിംഗ് ആണ്. ഇപ്പോൾ വിഷു ഓണമൊക്കെ വരല്ലേ, അപ്പോൾ സെറ്റ് മുണ്ട് ഉടുക്കാൻ അറിയാത്തവർക്കായി നമുക്ക് എങ്ങനെ സെറ്റ് മുണ്ട് ഉടുക്കാമെന്ന് നോക്കാം. അപ്പോൾ ഇന്നിവിടെ ഞാൻ ഉടുത്ത് കാണിക്കാൻ പോകുന്ന സെറ്റ് മുണ്ട് ഇതാണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് നമ്മളിതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സെറ്റ് ഏതോ മുണ്ട് ഏതോ എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം, എന്നാലേ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ അതിനൊരു വഴിയുണ്ട്. നമ്മുടെ മുണ്ടെന്ന് പറയുന്നത് നീളം കുറവും വീതി കൂടുതലും ഏതാണോ അതായിരിക്കും കേട്ടോ നമ്മുടെ മുണ്ടായിട്ട് വരുന്നത്. നമുക്ക് ഒരു ചുറ്റിലേ ചുറ്റാനുള്ളൂ, എന്നാൽ താഴെ വരത്തേക്കും വീതി വേണം. അപ്പോൾ അതിന് വീതി കൂടുതലായിരിക്കും. പിന്നെ മേലത്തെ പോർഷൻ നീളം കൂടുതലായിരിക്കും നമുക്ക് നേരിയതായി വരാൻ പോകുന്നത്. സെറ്റിന് നീളം കൂടുതലും വീതി കുറവും ആയിരിക്കും കേട്ടോ. നേരിക്ക് വീതി കൂടുതൽ വേണമല്ലോ. പിന്നെ നമ്മൾ അണ്ടർസ്കേർട്ട് എങ്ങനെയാണ് കെട്ടാൻ നോക്കാം കേട്ടോ. നമ്മൾ പൊതുവേ ലെഫ്റ്റ് സൈഡിലായിരിക്കും അണ്ടർസ്കേർട്ട് കെട്ടുന്നത്, എന്നാൽ ഞാൻ കെട്ടുന്നത് റൈറ്റ് സൈഡിലേക്കാണ് കേട്ടോ. നമ്മൾ ലെഫ്റ്റ് സൈഡിലോട്ട് കെട്ടിക്കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിൽ ഇങ്ങനെ മറയായിട്ടൊന്നും വരില്ല. സോ അവിടെ ബൾജ് ചെയ്തിട്ടിരിക്കും, അപ്പോൾ കാണാനൊരു ഭംഗി ഉണ്ടാവില്ല. സോ ഞാൻ പ്രിഫർ ചെയ്യുന്നത് റൈറ്റ് സൈഡിലേക്ക് കെട്ടാനാണ് കേട്ടോ. പിന്നെ കെട്ടുന്നത് ഓരോരുത്തരുടെ കംഫർട്ട് അനുസരിച്ചിട്ടായിരിക്കും. മുകളിലോട്ട് അണ്ടർസ്കേർട്ട് ഇടണോ താഴേക്ക് ഇടണോന്ന്. ഞാൻ മുകളിലോട്ടാണ് കേട്ടോ അണ്ടർസ്കേർട്ട് ഇടാറുള്ളത്. ചിലവർ നേവൽ സെൻറ്റർ ആയിട്ട് ഇടാറുണ്ട്, അതിന് താഴെയായിട്ട് ചിലവർ ഇടാറുണ്ട്. അത് അവരവരുടെ കംഫർട്ട് അനുസരിച്ചിട്ടായിരിക്കും കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ഉടുത്ത് തുടങ്ങാം. ഇതിൽ ഫസ്റ്റ് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ സാരി ഉടുക്കുമ്പോൾ റൈറ്റ് സൈഡിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യാറ്. പക്ഷേ സെറ്റ് മുണ്ട് ഉടുക്കുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ നിന്ന് വേണം കേട്ടോ സ്റ്റാർട്ട് ചെയ്യാൻ. ലെഫ്റ്റ് സൈഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഉടുത്ത് വരുമ്പോൾ ആ സെൻറ്റർ പോർഷൻ ഉണ്ടല്ലോ ലെഫ്റ്റ് സൈഡിലേക്കായിരിക്കും ഡയറക്ഷൻ വരുന്നത്. അത് തെറ്റായ രീതിയാണ് കേട്ടോ. അപ്പോൾ എപ്പോഴും നമ്മൾ ലെഫ്റ്റ് സൈഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ കറക്റ്റായിട്ട് ആ മുണ്ടിൻ്റെ എൻഡ് റൈറ്റ് സൈഡിലേക്ക് ഫേസ് ചെയ്യും കേട്ടോ. അതാണ് കറക്റ്റ്. ഇതിപ്പോൾ നമ്മൾ ഒരു ചുറ്റങ്ങ് വെറുതെ ചുറ്റിയെടുക്കുക, എന്നിട്ട് ഈ ഒരു പോർഷൻ ഇങ്ങനെ സെൻറ്ററിൽ മടക്കിയെടുക്കണം. അതായത് ഇതിൻ്റെ എൻഡ് പുറത്ത് കിടക്കുന്നത് വൃത്തി ഉണ്ടാവില്ല. അപ്പോൾ ജസ്റ്റ് ഒന്ന് മടക്കിയെടുത്തിട്ട്, ഇപ്പം ഞാനിതിൻ്റെ എൻഡ് വന്നിട്ട് ഉള്ളിലോട്ട് മടക്കിയിട്ടുണ്ട്, ലെഫ്റ്റ് സൈഡിലോട്ട് മടക്കിയിട്ടുണ്ട്. അതുപോലെ റൈറ്റ് സൈഡിൽ നിന്ന് ജസ്റ്റ് ഉള്ളിലോട്ട് ഒരു മടക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് കാണാൻ കുറച്ച് വൃത്തി ഉണ്ടാവും. ഇനി നമ്മൾ ജസ്റ്റ് അവിടെ ഒരു ടക്കിൻ ചെയ്ത് കൊടുക്കുക, എന്നിട്ട് കറക്റ്റ് ഇത് സെൻറ്റർ പോർഷനിലേക്ക് വെച്ച് നോക്കുക. നമുക്ക് വേണമെങ്കിൽ അവിടെ ഒരു പിന്ന് കുത്തി കൊടുക്കുക കേട്ടോ. എന്നിട്ട് കറക്റ്റായിട്ട് നമ്മളത് ഉള്ളിലോട്ട് ഇങ്ങനെ ടക്കിൻ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ലെഫ്റ്റ് സൈഡിൽ നിന്നിട്ട് ഒന്ന് വലിച്ച് ടക്കിൻ ചെയ്യുക ഉള്ളിലോട്ട്. നല്ല വലിച്ച് കുത്തണം കേട്ടോ, എന്നാലേ വൃത്തിയിൽ കിടക്കുള്ളൂ. അപ്പം നമ്മൾ ലെഫ്റ്റ് സൈഡിൽ നിന്ന് ചുറ്റിലും ഇങ്ങനെ ഓരോന്നും നമ്മൾ ടക്കിൻ ചെയ്ത് കൊടുക്കണം. ഓരോ മടക്കും പുറത്തില്ലാണ്ട് കറക്റ്റായിട്ട് ടക്കിൻ ചെയ്ത് കൊടുക്കുക. കണ്ടില്ലേ, ഇത് കറക്റ്റായിട്ട് ആ ഒരു കരയുടെ പോർഷൻ സെൻറ്റർ ഭാഗത്ത് നിൽക്കുന്നുണ്ട്, വൃത്തിയായിട്ട് നിൽക്കുന്നുണ്ട്. ഇപ്പം ഇനി നമുക്ക് നമ്മുടെ മുന്താണി പോർഷനിലേക്കുള്ള പ്ലീറ്റ് എടുക്കാം കേട്ടോ. ആദ്യം തന്നെ ഒന്നുകിൽ നമുക്ക് പ്രീ പ്ലീറ്റ് എടുത്ത് വെക്കാം, ഇല്ലേ അപ്പം തന്നെ എടുത്താലും മതി കേട്ടോ. സാരി ഉടുക്കുന്ന അത്ര ടൈമൊന്നും വേണ്ടല്ലോ ഒരു സെറ്റ് മുണ്ട് ഉടുക്കാൻ. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് സെറ്റ് മുണ്ട് ഉടുക്കുന്ന പ്ലീറ്റ് എടുക്കുന്നതിൻ്റെ മുന്നേ അതിൻ്റെ നല്ല പുറവും പൊട്ടപ്പുറവും നോക്കിയിട്ട് വേണം കേട്ടോ പ്ലീറ്റ് പിടിക്കാൻ. ഓരോരുത്തരുടെ ഇഷ്ടമനുസരിച്ച് വീതിയിൽ പ്ലീറ്റ് എടുക്കാം കേട്ടോ. പിന്നെ നമ്മൾ പ്ലീറ്റ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ആദ്യം എടുക്കുന്ന പ്ലീറ്റ് കുറച്ച് വീതിയിലെടുത്തിട്ട് അതിനകത്തുള്ളത് അതിനേക്കാളും കുറച്ച് കുറവ് വീതിയിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ പുറത്ത് നിൽക്കില്ല കേട്ടോ, പുറത്ത് വന്നിട്ട് നിൽക്കില്ല പ്ലീറ്റ് നമ്മൾ ഷോൾഡറിൽ ഇടുമ്പോൾ. അതിനുശേഷം നമ്മൾ പ്ലീറ്റിൻ്റെ എൻഡിൽ നമ്മൾ സെറ്റിൻ്റെ എൻഡിൽ നമ്മളൊരു പിന്ന് കുത്തി വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മളത് ഷോൾഡറിൽ ഇട്ടിട്ട് ഒരു ചുറ്റങ്ങോട്ട് ചുറ്റുക. എന്നിട്ട് അതിൻ്റെ പുറകിൽ ട്രയാങ്കിൾ ഷേപ്പിൽ കറക്റ്റായിട്ട് സെൻറ്റർ പോർഷനിൽ വരുന്നുണ്ടോ എന്ന് നോക്കാം. എന്നാലാണ് അത് കറക്റ്റായിട്ട് നിൽക്കുള്ളൂ. ഫ്രണ്ടിൽ കുത്തുന്നതിൻ്റെ മുന്നേ നമ്മൾ ഷോൾഡറിൽ പിൻ ചെയ്യാൻ പാടില്ല കേട്ടോ. പിന്നെ ഫ്രണ്ടിൽ എൻഡ് പോർഷൻ ഒന്ന് മടക്കണം കേട്ടോ, എന്നാലേ അത് ഭംഗിയായി കിടക്കൂ കേട്ടോ. ഇപ്പോൾ കറക്റ്റായിട്ട് നിൽക്കുന്നുണ്ട്. ഇനി നമുക്ക് നമ്മുടെ മുന്താണി കറക്റ്റായിട്ട് വലിച്ച് പിടിച്ച് ഷോൾഡറിൽ പിൻ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് കേട്ടോ. നമുക്ക് ആകെ കൂടി 3 പിന്നേ ആവശ്യം വന്നിട്ടുള്ളൂ, പക്ഷേ വളരെ നീറ്റായിട്ടും ടൈറ്റായിട്ടും നമ്മുടെ സെറ്റ് മുണ്ട് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വെച്ചാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്